ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായി സേഫായിരിക്കണു അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? നല്ല ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന്? വെരി ഗുഡ്. എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ? എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടോ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. എന്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ട്രൂത്ത്. എന്താണ്? ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞേ? മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫണ്ടമെന്റൽ ട്രൂത്ത് ആണ്. ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് അല്ലേ? മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓഫ് ദി ഫണ്ടമെന്റൽ ട്രൂത്ത്. ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ട്രൂത്ത്. ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നടത്താം. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസ് ഇതാണ്. വാട്ട് ആർ ദി 5 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഓർ വാട്ട് ആർ ദി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഏതൊക്കെയാണ് 14 പ്രിൻസിപ്പിൾസ്? എന്തിന്റെ? മാനേജ്മെന്റിന്റെ 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇത് എ ഗ്രൂപ്പ്, ഇത് ബി ഗ്രൂപ്പ്. വേഗം ഇരിക്കുക എല്ലാവരും, വേഗം ചെയ്യാട്ടാ. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ദി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? എല്ലാവരും വേഗം ചെയ്യുക. രണ്ട് ഗ്രൂപ്പിന്റെയും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എ ഗ്രൂപ്പ് വായിച്ചേ. വെരി ഗുഡ്. സിഡാം. ബി ഗ്രൂപ്പ് വായിച്ചേ. അതെ, ഓക്കെ, വെരി ഗുഡ്. സിഡാം. അപ്പൊ 2 ഗ്രൂപ്പ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ 14 പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ഈ
14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആരാണ് കൊണ്ടുവന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആരാണ് കൊണ്ടുവന്നത്? ഹെൻറി ഫയോൾ. ആരാണ്? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ടുവന്നത്. ആരാണ്? ഹെൻറി ഫയോൾ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വർക്കുകൾ ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കും? ഒരുപാട് വർക്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ വർക്കേഴ്സും, എല്ലാ വർക്കേഴ്സിനും ഒരേപോലെയുള്ള ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക? അല്ല അല്ലെ. ഒരേ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക? ഒരേ ക്വാളിഫിക്കേഷനോ ഒന്നും ഒരേപോലെ അല്ല. ഓരോ വർക്കേഴ്സ് എന്തായിരിക്കും? എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ വർക്കേഴ്സിൻ്റെയും ക്വാളിറ്റി അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, സ്കില്ല്, അതിനനുസരിച്ച് എന്തുണ്ടായിരിക്കും? വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഡിവിഷൻ ഓഫ് വർക്കിൽ പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു റൂള്, ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഒരു റൈറ്റിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു വർക്ക് തന്നു, അത് ചെയ്ത് തീർക്കണം അല്ലെ. ആ ഉത്തരവാദിത്തത്തിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉത്തരവ് നമുക്ക് എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം. അതിനുള്ള റൈറ്റിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർക്ക് തന്നു, അത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർക്കണം. അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റില് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഡിസിപ്ലിൻ. എന്താണ്? ഡിസിപ്ലിൻ. നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ആ ഓർഗനൈസേഷനിൽ നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള വർക്കാണെങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷനിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കോമൺ ഗോൾ, ആ ഓർഗനൈസേഷന്റെ കോമൺ ഗോള് അച്ചീവ് ചെയ്യുള്ളൂ. അപ്പൊ ഡിസിപ്ലിൻ ആണ് മൂന്നാമത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഓരോ വർക്കേഴ്സിനും ഓരോ സൂപ്പർവൈസർ എന്ന രീതിയിൽ ഉണ്ടായിരിക്കും. ആ സൂപ്പർവൈസർ ആയിരിക്കും എന്തുണ്ടായിരിക്കുക? ആ വർക്കേഴ്സിന് ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ അഡീഷണൽ ആയിട്ടുള്ള വർക്ക് സൂപ്പർവൈസേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ വർക്കേഴ്സിന് ഗൈഡൻസും മോട്ടിവേഷനും ഒന്നും നൽകണില്ല. അപ്പോൾ ഓരോ വർക്കേഴ്സിനും ഓരോ സൂപ്പർവൈസർ എന്ന രീതിയിലായിരിക്കും. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കൂട്ടം വർക്കേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഒരു കൂട്ടം വർക്കേഴ്സിന് അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറിനെ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇതിനെയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ ആണ്
സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. എന്താണ് സബോർഡിനേഷൻ ഓഫ് individual interest to general interest. എന്താണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഒരു വ്യക്തിയുടെ താല്പര്യത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം? ഒരു ഓർഗനൈസേഷന് കൊടുക്കണം. അപ്പൊ വ്യക്തിയുടെ താല്പര്യത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു ഓർഗനൈസേഷന് കൊടുക്കണം എന്നാണ് ഹെൻറി ഫയോള് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് റെമ്യൂണറേഷൻ. ഏഴാമത്തെ പോയിന്റ് റെമ്യൂണറേഷൻ. എന്താണ് റെമ്യൂണറേഷൻ? റെമ്യൂണറേഷൻ പറഞ്ഞാൽ എന്താണ്? വേതനം അല്ലേ? ഓരോ വർക്കേഴ്സിനും അവർക്ക് അവരുടേതായ വർക്കിന്റെ അനുസരിച്ച് എന്ത് വേണം? മാന്യമായ രീതിയിൽ സാലറി പ്രൊവൈഡ് ചെയ്യണം. വളരെ കുറവ് സാലറി, ഒരുപാട് വർക്കുണ്ട് എന്നാൽ കുറച്ച് സാലറിയാണ് കൊടുക്കുന്നതെങ്കിലോ അവിടെ വർക്കേഴ്സിന് അത്ര താല്പര്യം ഉണ്ടാവില്ല അല്ലെ, വർക്ക് ചെയ്യാൻ ആത്മാർത്ഥത ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ അവരുടെ വർക്കിന് മാന്യമായ രീതിയിലുള്ള റെമ്യൂണറേഷൻ നൽകുന്നതിലൂടെ വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റിനോട് കൂടുതൽ കോപ്പറേഷൻ ഉണ്ടാവുകയും തന്മൂലം എന്ത് ചെയ്യുന്നു? അവരുടെ വർക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് റെമ്യൂണറേഷനിൽ പറയുന്നത്. മാനേജ്മെന്റിന്റെ 14 പ്രിൻസിപ്പിൾസിൽ ഏഴാമത്തെ പ്രിൻസിപ്പിൾ ആണ് റെമ്യൂണറേഷൻ. ഇത് ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ്. ആരാണ് ഈ പ്രിൻസിപ്പിൾസ്? 14 പ്രിൻസിപ്പിൾസ് ആരാണ് കൊണ്ടുവന്നത്? ഹെൻറി ഫയോൾ. അടുത്ത പോയിന്റ് ആണ് സെൻട്രലൈസേഷൻ. എട്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് സെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്? സെൻട്രലൈസേഷൻ പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൻട്രലൈസേഷൻ ആയിരിക്കും ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും? ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആയിരിക്കും അല്ലെ. ഒരു ഓർഗനൈസേഷൻ എന്താണ് ചിലപ്പോൾ എന്തായിരിക്കും? സെൻട്രലൈസേഷൻ ഓർഗനൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഈ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരം, റൈറ്റ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ് എന്തായിരിക്കും? ഹയർ മാനേജ്മെന്റിനായിരിക്കും. ഈ റൈറ്റ് സബോർഡിനേറ്റ്സിന് കൂടി നൽകുകയാണെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷൻ എന്നാണ് പറയുന്നത്. അതാണ് സെൻട്രലൈസേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് സ്കോളാർ ചെയിൻ. എന്താണ് സ്കോളാർ ചെയിൻ? എന്താണ് സ്കോളാർ ചെയിൻ എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും അറിയോ? ഇറ്റ് ഈസ് ദി അൺബ്രോക്കൺ ചെയിൻ ഓഫ് അതോറിറ്റി. അതോറിറ്റിയുടെ അൺബ്രോക്കൺ ചെയിനെയാണ് സ്കോളാർ ചെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവൽ വരെ ഒരു ചെയിൻ പോലെ വരുന്ന ചെയിൻ പോലെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്കോളാർ ചെയിൻ പറയുന്നത്. അതോറിറ്റിയുടെ അൺബ്രോക്കൺ ലൈനിനെയാണ് എന്ത് പറയുന്നത്? സ്കോളാർ ചെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഓർഡർ. എന്താണ് ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞാല് ശരിയായ ആളിനെ, ശരിയായ ഒരു പേഴ്സണെ എന്ത് ചെയ്യുക? ശരിയായ ഒരു സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും? അതിന്റെ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ റൈറ്റ് പ്ലേസിൽ അപ്പോയിന്റ് ചെയ്താൽ ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഓർഡറിൽ പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തുല്യത കൊടുക്കണം.
മാനേജ്മെന്റ് ഈ സബോർഡിനേറ്റ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഇടയിൽ എന്തുണ്ടായിരിക്കുക, ഒരു ഫെയർ ഡീലിങ്സ് കൊണ്ടുവരിക, എല്ലാവരോടും തുല്യമായ രീതിയിൽ പെരുമാറുക, അവർക്ക് തുല്യമായ വേതനം നൽകുക. ഇതൊക്കെയാണ് ഇക്വിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റെബിലിറ്റി ഇൻ ടെനർ ഓഫ് പേഴ്സണൽ. എന്താണ് സ്റ്റെബിലിറ്റി ഇൻ ടെനർ ഓഫ് പേഴ്സണൽ. എന്താണ് സ്റ്റെബിലിറ്റി ഇൻ ടെനർ ഓഫ് പേഴ്സണൽ? മാനേജ്മെന്റ് സബോർഡിനേറ്റ്സിന്റെ ഇടയിൽ എപ്പോഴും എന്തുണ്ടാക്കി കൊടുക്കണം, ഒരു ജോബ് സെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എന്തുണ്ടായിരിക്കും, അവിടെ നല്ല ഒരു ഇംപ്രൂവ്മെന്റ്, വർക്കേഴ്സിന് നല്ലൊരു ഇംപ്രൂവ്മെന്റും അവരുടെ വർക്ക് എഫിഷ്യൻസി, അവരുടെ വർക്കിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പൊ സ്റ്റെബിലിറ്റി ഇൻ ടെനർ ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ജോബ് സെക്യൂരിറ്റി ഫീലിങ്സ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഇനീഷ്യേറ്റീവ്. എന്താണ് ഇനീഷ്യേറ്റീവ്? 13ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്തിട്ട് അത് നടപ്പിലാക്കുന്നതിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു പ്ലാന് നമ്മൾ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു, അത് നടപ്പിലാക്കുന്ന ആ കാര്യത്തിനെ, നടപ്പിലാക്കുന്ന ആക്ടിവിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എസ്പിരിറ്റ് ഡി ക്രോപ്സ്. എന്താണ് എസ്പിരിറ്റ് ഡി ക്രോപ്സ്? എസ്പിരിറ്റ് ഡി ക്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തൊഴിലാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എസ്പിരിറ്റ് ഡി ക്രോപ്സിൽ പറയുന്നത്. അപ്പൊ ഇതാണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഏതൊക്കെയായിരുന്നു? ഒരാൾ വായിച്ചേ. ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ എന്തായിരുന്നു? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തേത് ഡിസിപ്ലിൻ. നാലാമത്തേത് യൂണിറ്റി ഓഫ് കമാൻഡ്. അഞ്ചാമത്തെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. സിക്സ്ത് വൺ, subordination of individual interest to general interest. Seventh one, remuneration. Eighth one, centralization. Ninth one, scalar chain. 10th one, order. 11th one, equity. 12th one, stability in tenure of personnel. 13, initiative. 14th one, എസ്പിരിറ്റ് ഡി ക്രോപ്സ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന്? മനസ്സിലായോ? ഇപ്പൊ എന്തായിരുന്നു? ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെ? എന്താണ് വർക്കുകള് ഡിവിഷൻ ചെയ്ത് കൊടുക്കുന്നു. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള റൈറ്റ് ആണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് ആ ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി. ആ ആക്ഷൻ നമ്മൾ ചെയ്യാനുള്ള ആ ഉത്തരവാദിത്തത്തിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ, നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷനിൽ നല്ല ഗോളുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്തുണ്ടായിരിക്കും, ഓരോ വർക്കേഴ്സിനും ഓരോ സൂപ്പർവൈസർ എന്ന രീതിയിൽ ഫിക്സ് ചെയ്യുന്നു. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഒരു കൂട്ടം പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കോ എന്തുണ്ടായിരിക്കും, ഓരോ സുപ്പീരിയർ വീതം ഉണ്ടായിരിക്കും. ഒരു പ്ലാൻ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. പിന്നെ നെക്സ്റ്റ് വൺ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് എന്ത് ചെയ്യണം, ഒരു വ്യക്തിയുടെ താല്പര്യത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം, ഒരു ഓർഗനൈസേഷന് കൊടുക്കണം. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ.
അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കേഴ്സിന് എല്ലാവർക്കും എന്ത് ചെയ്യണം, അവരുടെ മാന്യമായ സാലറി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മാന്യമായ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അവരുടെ വർക്ക് എന്ത് ചെയ്യുള്ളൂ, അവരുടെ വർക്കിലെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു കോർപ്പറേഷൻ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഓർഗനൈസേഷൻ ചില ഓർഗനൈസേഷൻ എന്തായിരിക്കും, സെൻട്രലൈസേഷൻ ആയിരിക്കും, ചില ഓർഗനൈസേഷൻസുകൾ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും. അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ ലെവലിലുള്ള മാനേജ്മെന്റ് ആയിരിക്കും എന്തുണ്ടായിരിക്കുക, റൈറ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. എന്നാൽ അത് സബോർഡിനേറ്റ്സിന് കൂടി എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്കോളർ ചെയിൻ. സ്കോളർ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു അൺബ്രോക്കൺ അതോറിറ്റിയുടെ ചെയിനാണ് എന്ത്, സ്കോളർ ചെയിൻ. അതായത് ഒരിക്കലും പൊട്ടണില്ല ആ ചെയിന്, അത് ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവൽ വരെ അതിനൊരു ചെയിൻ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, വരുന്നു. അതിനെയാണ് സ്കോളർ ചെയിൻ എന്ന് പറയുന്നത്. സ്കോളർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചെയിൻ രൂപത്തിൽ വരുന്ന അതോറിറ്റി. നെക്സ്റ്റ് ഓർഡർ. നല്ല ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഒരു ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഇക്വിറ്റി. ഇക്വിറ്റിയിൽ എന്താ പറയുന്നത്, എല്ലാ വർക്കേഴ്സിനും തുല്യമായ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മള് തുല്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ഇൻ ടെനർ ഓഫ് പേഴ്സണൽ. എല്ലാ തൊഴിലാളികളുടെ ഇടയിലും എന്തുണ്ടാക്കി കൊടുക്കണം, ഒരു ജോബ് സെക്യൂരിറ്റി ഫീലിങ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് സ്റ്റെബിലിറ്റി ഇൻ ടെനർ ഓഫ് പേഴ്സണൽ പറയുന്നത്. നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ്. നല്ല ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും, അവിടെ ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എസ്പിരിറ്റ് ഡി കോർപ്സ്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഏതൊക്കെയാണ് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിന്ന് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നോക്കിയാലോ? ഓക്കെ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതൊരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും. ചെറുതും വലുതുമായതും അതുപോലെ തന്നെ പ്രൈവറ്റ്, പബ്ലിക് അങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷനിലും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. ഒരു സ്ഥാപനത്തിലെ വർക്ക് ഓരോ ഇൻഡിവിജ്വലിന്റെയും സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്, ക്വാളിറ്റി, എബിലിറ്റിക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള റൈറ്റ് ആണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ജോലി നിറവേറ്റുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ, ഡിസിപ്ലിൻ. നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളികൾക്ക് ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ഓർഗനൈസേഷന്റെ കോമൺ ഗോള് അച്ചീവ് ചെയ്യാനും സാധിക്കുള്ളൂ. ഫോർത്ത് വൺ, യൂണിറ്റി ഓഫ് കമാൻഡ്. ഓരോ വർക്കേഴ്സിനും ഓരോ സൂപ്പർവൈസർ എന്ന രീതിയിലാണ് യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത്. ആ ഒരു വർക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകുന്നത് ആ ഒരു പർട്ടിക്കുലർ സുപ്പീരിയർ മാത്രമായിരിക്കും. ഫിഫ്ത്ത് വൺ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഒരേ ലക്ഷ്യമുള്ള ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾക്ക് ഒരു സൂപ്പർവൈസർ മാത്രം ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്ലാനും ഉണ്ടായിരിക്കുള്ളൂ. സിക്സ്ത് വൺ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. വ്യക്തി താല്പര്യങ്ങളെക്കാൾ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്കാണ് എന്നാണ് ഹെൻറി ഫയോള് പറയുന്നത്. സെവൻത് വൺ, റെമ്യൂണറേഷൻ.
വർക്കേഴ്സിന് അവരുടെ സാലറി മാന്യമായ രീതിയിൽ നൽകുക. അപ്പൊ അവരെന്ത് ചെയ്യും? മാനേജ്മെന്റിനോട് നല്ല കോപ്പറേഷൻ പുലർത്തുകയും അതുപോലെ തന്നെ അവരുടെ വർക്കിൽ നല്ല എഫിഷ്യൻസി കൊണ്ടുവരികയും ചെയ്യും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ സെൻട്രലൈസേഷൻ. മാനേജ്മെന്റ് എന്തായിരിക്കും? ചിലപ്പോൾ സെൻട്രലൈസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കാം. അധികാരം ഹയർ മാനേജ്മെന്റിലാണെങ്കിൽ അതിനെ സെൻട്രലൈസേഷൻ എന്നും, എന്നാൽ അധികാരം സബോർഡിനേറ്റ്സിന് കൂടി നൽകുകയാണെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷൻ എന്നും പറയുന്നു. 9th one സ്കാളാർ ചെയിൻ. ഒരു അൺബ്രോക്കൺ ലൈൻ ഓഫ് അതോറിറ്റി ആണ് സ്കാളാർ ചെയിൻ എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവൽ വരെയുള്ള ആ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? അവിടുത്തെ അതോറിറ്റി എന്ത് ചെയ്യുന്നു? ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്ത് കിടക്കുന്നു. അതാണ് സ്കാളാർ ചെയിൻ. നെക്സ്റ്റ് ഓർഡർ. ശരിയായ ആളിനെ ശരിയായ സ്ഥലത്ത് നിയമിക്കുകയാണെങ്കിൽ മികച്ച റിസൾട്ട് നേടാൻ സാധിക്കും. അതാണ് ഓർഡറിൽ പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഇക്വിറ്റി. എപ്പോഴും മാനേജ്മെന്റ് തൊഴിലാളികളോട് ഫെയർ ഡീലിങ്സ് പുലർത്തണം. അപ്പോഴാണ് ജോലിക്കാരെ എല്ലാ രീതിയിലും എന്തുണ്ടായിരിക്കുള്ളൂ? മാനേജ്മെന്റിനോടും കോപ്പറേഷൻ ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ. മാനേജ്മെന്റ് എല്ലായ്പ്പോഴും തൊഴിലാളികളുടെ ഇടയിൽ ജോബ് സെക്യൂരിറ്റി ഫീലിങ്സ് നിലനിർത്തുക. അങ്ങനെയാണെങ്കിൽ അവര് അവരുടെ വർക്കിൽ എന്ത് ചെയ്യും? എഫിഷ്യൻസി കാണിക്കും. 13ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഇനീഷ്യേറ്റീവ്. ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്ത് അത് നടപ്പിലാക്കുന്നതിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. 14ാമത്തെ പ്രിൻസിപ്പിൾ ആണ് എസ്പിരിറ്റ് ഡി കോപ്സ്. തൊഴിലാളികളുടെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ എല്ലാവരും പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണെന്നൊക്കെ? എന്താണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന്? ഓക്കെ, അപ്പോ ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരെങ്കിലും എന്ത് ചെയ്യാ? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഏതെങ്കിലും 4 പ്രിൻസിപ്പിൾസ് പറയുക. ഹെൻറി ഫയോളിന്റെ ഏതെങ്കിലും 4 പ്രിൻസിപ്പിൾസ്. വെരി ഗുഡ്, സിറ്റ് ഡൗൺ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാനൊരു ഹോംവർക്ക് തരാം. എല്ലാവരും നാളെ വരുമ്പോ ചെയ്തു വരുമോ? ചെയ്തു വരൂ അല്ലേ? നല്ല കുട്ടികളാണ് അല്ലേ? അപ്പോൾ നാളെ എന്ത് ചെയ്യാം? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ത് ചെയ്യുക? എഴുതി വരിക. ഒരു ഷോർട്ട് നോട്ട് എഴുതി വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.